Hi everyone, welcome to Commerce World. Calicut University second semester M.Com Management Science എന്ന സബ്ജക്റ്റിത്തെ നെക്സ്റ്റ് കൺസെപ്റ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലീനിയർ പ്രോഗ്രാമിംഗ് ആണ് നമ്മൾക്ക് ഇതിൽ വരുന്നത്. സോ ഇതിൽ ആദ്യം LPP എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. സോ ലീനിയർ പ്രോഗ്രാമിംഗ് മേ ബി ഡിഫൈൻഡ് ആസ് എ മെത്തേഡ് ഓഫ് determining an optimum program of independent activities in view of അവൈലബിൾ റിസോഴ്സസ്. അതായത് അവൈലബിൾ റിസോഴ്സസ് നമുക്ക് ഉണ്ടാകും. ആ അവൈലബിൾ റിസോഴ്സസിൽ നിന്ന് നമ്മൾ ഒരു ഒപ്റ്റിമം പ്രോഗ്രാം ഓർ ഒരു ഒപ്റ്റിമം സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ലീനിയർ പ്രോഗ്രാമിംഗ് എന്നുള്ളതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ LPP എന്ന് പറയുന്നത് ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. അതേപോലെ തന്നെ ഈ ലീനിയർ പ്രോഗ്രാമിംഗിൽ വന്നിട്ട് ദ പ്രോബ്ലം ഇസ് ടു ബി മാക്സിമൈസ് പ്രോഫിറ്റ് ഓർ മിനിമൈസ് കോസ്റ്റ് ആസ് ദ കേസ് ബൈ മേ ബി സബ്ജക്ട് ടു എ നമ്പർ ഓഫ് ലിമിറ്റേഷൻസ് നോൺ ആസ് കൺസ്ട്രൈൻസ്. അതായത് ഇതിൽ നമ്മൾക്ക് ഒന്നില്ലെങ്കിൽ മാക്സിമൈസേഷൻ ആയിരിക്കും അല്ലെങ്കിൽ മിനിമൈസേഷൻ ആയിരിക്കും ഉണ്ടാവുന്നത്. സോ ഇതിലൂടെ നമ്മളുടെ ഈ കുറെ ലിമിറ്റേഷൻസും കാര്യങ്ങളോടെ നമ്മൾ ഈ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാണ് ഈ കൺസ്ട്രൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ കൺസ്ട്രൈൻസ് ആണ് നമുക്ക് ആദ്യം തരുന്നത്. ഈ കൺസ്ട്രൈൻസിൽ നിന്നാണ് നമ്മൾ ഒരു സൊല്യൂഷൻ, ഒരു ഒപ്റ്റിമം സൊല്യൂഷൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതായിട്ട് വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഈ ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്. ദെൻ ഈ ലീനിയർ പ്രോഗ്രാമിംഗിന്റെ അപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മളിത് ഒന്ന് പ്രൊഡക്റ്റ് മിക്സിലാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ വേരിയസ് പ്രൊഡക്റ്റ് നമ്മൾ ഡീൽ ചെയ്യുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള ഒരു പോർഷൻ അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും. ദെൻ അതേപോലെ തന്നെ പ്രൊഡക്റ്റ് സ്മൂത്തനിങ്ങിന് വേണ്ടിയിട്ട്, സ്മൂത്തനിങ് എന്ന് പറയുന്ന സമയത്ത് കുറെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനൊന്ന് ഫ്ലക്ച്വേറ്റ് ചെയ്ത് നിർത്താനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ മീഡിയ സെലക്ഷൻ എന്ന് പറയുമ്പോൾ ഏത് പ്രൊഡക്റ്റ് മിക്സ് ഓർ ഏത് അഡ്വർടൈസിംഗ് മീഡിയ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നതിന് വേണ്ടിയിട്ട്. ദെൻ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം, അതായത് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഒരു സംഭവം തന്നെ നമുക്ക് തനിച്ചുണ്ട്. ആ വരുന്ന പ്രോബ്ലംസും അത് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ദെൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ എത്രയാണ് എന്നുള്ളത് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് എത്ര പേർക്കാണ് നമ്മൾ കൊടുത്തത് എന്നുള്ളതിന് വേണ്ടിയിട്ട്, എന്തൊക്കെ ആക്ടിവിറ്റീസിനാണ് എന്നുള്ളതിന് വേണ്ടിയിട്ട്. ദെൻ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം, അസൈൻമെന്റ് പ്രോബ്ലം, ബ്ലെൻഡിങ് പ്രോബ്ലം. ഈ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം, അസൈൻമെന്റ് പ്രോബ്ലം എന്താന്നുള്ളത് ഇപ്പൊ ജസ്റ്റ് പോയിന്റ് അറിയാം. ദെൻ അത് എന്താന്നുള്ളത് അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ദെൻ ബ്ലെൻഡിങ് പ്രോബ്ലം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഈ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഈ വെറൈറ്റി ഓഫ് പ്രൊഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യില്ലേ, ആ വെറൈറ്റി ഓഫ് പ്രൊഡക്റ്റിൽ നമ്മൾ വേരിയസ് റോ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ കോമ്പോസിഷൻ പ്രൈസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാണ് ബ്ലെൻഡിങ് പ്രോബ്ലം. ദെൻ കമ്മ്യൂണിക്കേഷൻ ഇൻഡസ്ട്രിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ലൈക്ക് നമ്മുടെ ട്രാൻസ്മിഷൻ, അതേപോലെ തന്നെ ഈ സ്വിച്ചിങ് എന്നുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ റെയിൽ റോഡ് ഇൻഡസ്ട്രീസിൽ നമ്മൾക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ സ്റ്റാഫിംഗ് പ്രോബ്ലത്തിന് വേണ്ടിയിട്ട്, ലൈക്ക് നമ്മുടെ ഹോസ്പിറ്റൽ, പോലീസ് സ്റ്റേഷൻ എന്നുള്ളത്, ലൈക്ക് നമ്മളിപ്പോൾ പ്രോബബിലിറ്റി അതേപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് പോസൺ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ നമ്പർ ഓഫ് ആക്സിഡന്റ് ഇത്രയാണ് എന്നുള്ളത് വന്നിട്ടുണ്ടായിരുന്നില്ല നമുക്ക്. അതിന് നമ്മൾ എത്രയാണ് എന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് വന്നിരുന്നത്. അതേപോലെയാണ് ഈ സ്റ്റാഫിംഗ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വരുന്നത് അഡ്വാൻറ്റേജസ് ആണ്. അഡ്വാൻറ്റേജസ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഒരു പ്രോബ്ലത്തിന് വേണ്ടിയിട്ടായിട്ടുള്ള ഒരു ട്രൂ പിക്ചർ ആയിട്ട് ഒരു പ്രോബ്ലം സൊല്യൂഷൻ എന്താണെന്നുള്ളത് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഈ സയന്റിഫിക് ആൻഡ് മാത്തമാറ്റിക്കൽ അനാലിസിസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് പോസിബിൾ ആയിട്ടുള്ള ഒരു കൺസ്ട്രെയിൻസ്, റെമഡീസ് കിട്ടാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ ഈ ഓപ്പർച്യൂണിറ്റീസ് എന്താണ് എന്നുള്ളതും, അതേപോലെ തന്നെ ഡിസിഷൻ മേക്കേഴ്സിന് വന്നിട്ട് എന്തിലൂടെയാണ് ഈ കൺസ്ട്രെയിൻസ് വരുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ നമ്മുടെ ഈ സിറ്റുവേഷൻസ് നമ്മൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ആ സിറ്റുവേഷൻസിലെ കാര്യങ്ങൾ എന്തൊക്കെ കണ്ടീഷനിലാണ് നമ്മളത് ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. ദെൻ അതേപോലെ തന്നെ ഈ ലീനിയർ പ്രോഗ്രാമിംഗ് ഡിസിഷൻ മേക്കറിന് വന്നിട്ട് ഒരു കൺസിഡറേഷൻ, ബെസ്റ്റ് സൊല്യൂഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്ഫുൾ ആവുന്നത്. ഓക്കെ, ഇതാണ് അഡ്വാൻറ്റേജ്. ദെൻ ലിമിറ്റേഷൻസ് എന്ന് പറയുമ്പോൾ ലിമിറ്റേഷൻസിൽ ആദ്യം വരുന്നതാണ് റിയൽ ലൈഫ് സിറ്റുവേഷനിൽ വന്നിട്ട് ഇത് യൂസ് ചെയ്യുക എന്നുള്ളത് അത്രത്തോളം പോസിബിൾ അല്ല. അങ്ങനെ നമ്മൾ യൂസ് ചെയ്താലും ഒരു അസംഷനിലൂടെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അസംഷനിലൂടെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് കറക്റ്റ് ആവണം എന്ന് പറയാൻ പറ്റില്ലല്ലോ. ദെൻ അതേപോലെ തന്നെ ഈ ഡിസിഷൻ വേരിയബിൾസ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്, അതേപോലെ തന്നെ ഇന്റഗ്രൽ വാല്യൂസ് ഒക്കെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ ഇതിന് വന്നിട്ട് അതിൻ്റെതായിട്ടൊരു ടൈം ഫ്രാക്ഷൻ, ടൈം വന്നിട്ട് പോരാത്തതുമായിട്ട് വരും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് എല്ലാ പാരാമീറ്റേഴ്സിലും നമ്മൾ ഈ ലീനിയർ പ്രോഗ്രാമിംഗിന്റെ മോഡൽസ് എസ്യൂം ചെയ്ത് എടുക്കുന്നത് കൊണ്ട് അതിൽ കൺസ്ട്രൈൻസും കാര്യങ്ങളും വരും. സോ ഈ കൺസ്ട്രൈൻസും കാര്യങ്ങളും നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് അത് ചെയ്യുന്നതായിട്ടിരിക്കും. ഓക്കെ, ദെൻ അതേപോലെ തന്നെ എല്ലാ പ്രോബ്ലംസും കോംപ്ലക്സ് ആവണം എന്നില്ല, എല്ലാ പ്രോബ്ലംസും സിമ്പിൾ ആവണം എന്നുമില്ല. കോംപ്ലക്സ് പ്രോബ്ലം ആണെങ്കിൽ നമുക്ക് അതിന്റെ കൺസ്ട്രൈൻസ് അത്രത്തോളം ഉണ്ടാവും എന്നുള്ളതൊക്കെയാണ് ലിമിറ്റേഷൻസിൽ പറയുന്നത്. ഓക്കെ,
ദെൻ വരുന്നത് ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൽ ഒരു സെറ്റ് ഓഫ് വാല്യൂസ് വേരിയബിൾസ് വിച്ച് സാറ്റിസ്ഫൈങ് ദ കൺസ്ട്രൈൻസ് ആൻഡ് നോൺ നെഗറ്റീവ് റിസ്ട്രിക്ഷൻ ഓഫ് ദ പ്രോബ്ലം എന്നുള്ളതാണ്. ഓക്കെ, ഈ ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് അതായത് നമുക്ക് കൺസ്ട്രൈൻസ് തന്നിട്ടുണ്ടാകുമല്ലോ, ആ കൺസ്ട്രൈൻസിനെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലോട്ടും നോൺ നെഗറ്റീവ് ആവാത്ത രീതിയിലോട്ടും ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്നതിനെയാണ് ഈ ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ദെൻ ഒപ്റ്റിമൽ ഓർ ഒപ്റ്റിമം സൊല്യൂഷൻ എന്ന് പറയുന്ന സമയത്ത് ഫീസിബിൾ സൊല്യൂഷൻ ലീനിയർ പ്രോഗ്രാമിംഗിൽ നമ്മൾക്ക് വരികയാണെങ്കിൽ ഈ ഒപ്റ്റിമം സൊല്യൂഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സെഡ് എന്നുള്ളതിലായിരിക്കും. ഓക്കെ, ഇത് നിങ്ങൾ പഠിച്ചതാണ് ലീനിയർ പ്രോഗ്രാം. ദെൻ വരുന്നത് സ്ലാക്ക് വേരിയബിൾസ് ആണ്. സോ ഈ സ്ലാക്ക് വേരിയബിൾസ് എന്ന് പറയുന്നത് ഇഫ് എ കൺസ്ട്രൈന്റ് ഹാസ് എ സൈൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, then in order to mark it in an equality we have to add some variables to the left hand side. The variables which are added to L അതായത് LH ൽ then LH side of the constraints to convert them into the equalities are called the slack variables. The value of the variables can usually be interpreted as the amount of unused resources. അതായത് നമ്മുടെ സ്ലാക്ക് വേരിയബിൾസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു വാല്യൂ ആഡ് ചെയ്ത് കൊടുക്കുന്നത്, അതായത് S1, S2, S3 എന്നുള്ള വാല്യൂസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അത് വന്നിട്ട് നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മൾ ഈ സിംപ്ലക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് എന്താന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. അല്ലാത്ത സമയത്ത് ഈ തിയറി നിങ്ങൾക്കൊന്ന് ജസ്റ്റ് തിയറി എന്താന്നുള്ളത് പഠിച്ചു വെക്കാനേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ, ഇത് ഇനി എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ S1, S2, S3 എന്നുള്ള സ്ലാക്ക് വേരിയബിൾസ് ഉണ്ടാകും. ലൈക്ക് നമ്മളിപ്പോൾ സെഡ് വാല്യൂ എടുക്കുക. സെഡ് ഇസ് ഈക്വൽ ടു 3x1 പ്ലസ് 4x2 പ്ലസ് 2x3 ആണെങ്കിൽ നമ്മൾക്ക് താഴെ കൺസ്ട്രെയിൻസ് തന്നിട്ടുണ്ടാകും. ലൈക്ക് x1 പ്ലസ് അതേപോലെ തന്നെ x1 പ്ലസ് 2x2 ഈക്വൽ ടു 80, ദെൻ 2x2 പ്ലസ് 3x2 ഈക്വൽ ടു 20, അതേപോലെ തന്നെ 3x1 പ്ലസ് 0x2 ഈക്വൽ ടു 40 എന്നുള്ളത് തരികയാണെങ്കിൽ ഈ മൂന്നെണ്ണം ഉണ്ട്. മൂന്നെണ്ണത്തിൽ ആദ്യം നമ്മൾ ആഡ് ചെയ്യണത് 1s1 ആണ്. ഓക്കെ, 1s1, 0s2, 0s3 ആണ് നമ്മൾ അവിടെ ആഡ് ചെയ്യും. ദെൻ രണ്ടാമത് വരികയാണെങ്കിലോ 0s1ഉം 1s2ഉം 0s3 ആണ്. ദെൻ മൂന്നാമത്തതിൽ വരുന്ന സമയത്ത് 0s1, 0s2, 1s3 ആണ്. ദെൻ നമ്മൾ ഈ സെറ്റ് വാല്യൂയിൽ ആഡ് ചെയ്യുന്ന സമയത്ത് 0s1 പ്ലസ് 0s2 പ്ലസ് 0s3 എന്നായിരിക്കും നമ്മൾ എഴുതുന്നത്. അതാണ് സ്ലാക്ക് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സർപ്ലസ് വേരിയബിൾ എന്ന് പറയുന്നത് ഇഫ് എ കൺസ്ട്രെയിന്റ് ഹാസ് സൈൻ greater than or equal to, in order to make its equality we have subtract some variable from LHS. The variable which are subtract from the LH side of the constraints to convert them into equalities are called surplus variables. The value of the variable can be interpreted as the amount over and above the required minimum value. അതായത് എക്സാമ്പിൾ പറയുമ്പോൾ 2x1 പ്ലസ് 4x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 12 എന്ന് തരികയാണെങ്കിൽ 4 അതായത് 2x1 പ്ലസ് 4x2 മൈനസ് S2 എന്നാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, ബിക്കോസ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഗ്രേറ്റർ ദാൻ സൈൻ ആണ്, അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് മൈനസ് ആണ്. നമ്മൾ സ്ലാക്ക് വേരിയബിൾസ് ആണെങ്കിൽ നമ്മൾക്ക് ലെസ് ദാൻ ആണ്, അവിടെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് പ്ലസ് സൈൻ ആണ്. നിങ്ങൾക്ക് LPP അതായത് സിംപ്ലക്സ് പ്രോബ്ലത്തിൽ വരുന്ന തിയറീസ് ഇത്രയാണ് നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, ദെൻ മറ്റുള്ളത് പ്രോബ്ലംസ് ആണ്. LPP കൺസ്ട്രക്ഷൻസും സിംപ്ലക്സ് ടേബിളിന്റെ കൺസ്ട്രക്ഷൻസും ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് നിങ്ങൾക്ക് ഇതിന് ശേഷം വരുന്നത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.